ഈ കൊല വെട്ടാറായതാണോ? ആ കൊല വെട്ട് മനുഷ്യതായി. അയ്യോ അത് ചതഞ്ഞ് ഉറുമ്പിനെ വണ്ടി കയറ്റി കൊന്നവെന്ന്. അല്ല മനുഷ്യ രാവിലെ പട്ടിയെ വഴക്ക് പറയുന്നത് നിങ്ങള്? പട്ടീനെ മുഴക്കറിയും കുട്ടീനെ മുഴക്കറിയും മനുഷ്യന്റെ സകല പിടുത്തം വിട്ടിരിക്കുകയാണ്. എന്താ ആരെങ്കിലും എന്നെ ചെയ്തോ? ഇവിടെ ഒരാൾ കാല് വയ്യാന്നും പറഞ്ഞുകൊണ്ട് രാവിലെ പോലെ കയറി ഇങ്ങനെ എന്നെ പഠിച്ചോണ്ടിരിക്കുകയാണ്. ആ വാഴക്കുല എത്ര ദിവസമായിട്ട് പഴുത്ത് അതൊന്ന് വെട്ടണം എന്ന് എന്തെങ്കിലും വിചാരം ഉണ്ടോ? വാഴക്കുല വെട്ടാൻ പോന്നേ അപ്പൻ പോകാൻ നേരത്ത് പറഞ്ഞാണ് പറമ്പ് മൊത്തം പൊന്നു പോലെ സൂക്ഷിച്ചു പറഞ്ഞാൽ അപ്പൻ പോയി, അമ്മയും പോയി. അപ്പൊ നിങ്ങൾ ഫോളോവേഴ്സ് എല്ലാരും പറയണല്ലോ നല്ല കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കണം, ബ്രിൻഡോയെ പൊന്നു പോലെ നോക്കണം എന്നൊക്കെ. അപ്പൊ ഡാഡി ആണെങ്കിൽ പറമ്പ് ഏൽപ്പിച്ചിട്ട് പോയതാട്ടോ ആശാനെ. പറമ്പിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു വാഴക്കുല വെട്ടാനായിട്ട് എത്ര ദിവസം എങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റേ? ഒരുത്തൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം. അവനെ ഫുൾ ടൈം പറമ്പിൽ അഴിച്ചു വിട്ടേക്കുവാണ്. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് അവൻ നമ്മളോട് കളിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കണം. അവനവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം. മൊത്തത്തോട് ബഹളം. ഞാനിവിടെ ഒരാളല്ലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം റോട്ടിൽ കൂടെ പോയത് നമ്മുടെ ഫ്രണ്ട് പുള്ളിക്കാരത്തി വിളിച്ചു പറഞ്ഞു വാഴക്കുല പറമ്പിൽ പഴുത്ത് നിൽക്കുകയാണ്, ചെന്നു നോക്കി അറിയാം കിളിയും അണ്ണാനും ഒക്കെ തിന്നിട്ട് വല്ലതും ഉണ്ടോന്ന്. ഇന്ന് എന്തായാലും നമ്മൾ വാഴക്കുല വെട്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. ഞാൻ ഇന്നലെ അവളോട് പറഞ്ഞാലോചിച്ചാ നീ കണ്ടല്ല എന്നാ വെട്ടിക്കൊണ്ട് പോക്കോളാം പറഞ്ഞാലോ ആലോചിച്ച. മിക്കാറും അതിന്റെ നടപടി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇപ്പാണ് ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്നാ ചൂട് എൻ്റെ അമ്മ. രാവിലെ ഒരു 10 മണി വരെയൊക്കെ നമുക്ക് പുറത്ത് എങ്ങനെയെങ്കിലും കേൾക്കാം. 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ചൂടും തണുപ്പും നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ പരിപാടിയൊന്നും നടക്കൂല. നമ്മൾ ഈ നാട് ജീവിക്കുമ്പോ ഈ ചൂടും ഈ തണുപ്പും ഇതെല്ലാം ഫേസ് ചെയ്ത് തന്നെ ജീവിക്കാം. പോയി വാക്കത്തെടുത്തുണ്ടോ? മടി പിടിച്ച് വെയിലത്തിറങ്ങോ? ഈ വെയിലത്ത് നീ ഇറങ്ങോ? ഞാൻ ഇറങ്ങും. ഞാൻ വാക്കത്തെടുത്തോണ്ട് വരാട്ടാ. വാക്കത്തെ ഉണ്ടോ അറിയാവോ? വാക്കത്തെ അരിവ വേറെ പല സാധനങ്ങളുണ്ട്. എന്തേലും എടുത്തിട്ടോ. ഇതന്നെ ഇതുമായിട്ടാണോ വന്നേക്കുന്നത്? ഇത്രയും വലിയ സാധനം വേണോ ഒരു വാഴക്കുല വെട്ടാൻ? കൊടുവാളായിട്ടാണ്. ഇതാകുമ്പോ എളുപ്പമുണ്ടല്ലോ. മറ്റേ ഫേസ്ബുക്കിൽ കാണുന്ന പോലെയാണ് ഉറുമ്പിനെ വണ്ടി കയറ്റി കൊന്നവെന്ന്. ഉറുമ്പിനെ വണ്ടി കയറ്റി കൊന്നോ? ആ എന്ന് പറഞ്ഞ പോലെ വലിയ വാക്കത്തേക്ക് ആയിട്ട് വന്നേക്കും. ഇന്നിങ്ങ കൊല വെട്ടാൻ വേണ്ടി. ഞാനേ വാ വെയിലത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി. എനിക്കൊരു മടി തോന്നും കേട്ടോ. ബ്രിൻഡോയ്ക്ക് മടിയാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് എനിക്കിപ്പൊ മടി. ഞാൻ ചെരുപ്പിടട്ടെ? വെട്ട് ഞാൻ എന്ത് കൊലയാ എല്ലാം ഇന്നത്തെ ദിവസം. മറ്റേ ജയറാം വാഴക്കൊല മറ്റേ വാഴയൊക്കെ വെട്ടിയ പോലെയാണോ? വെറുതെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇടി മേടിച്ച് കൂട്ടണ്ട. മിക്കവാറും ഇന്ന് അതുപോലെയൊക്കെ വെട്ടൽ നടക്കും. നീ ഇതിനു മുമ്പ് വാഴക്കൊല വെട്ടിട്ടുണ്ടോ? ഞാൻ എത്ര വെട്ടിയേക്കുന്നു. ഞാൻ ഹൈ റേഞ്ചിന്റെ മലനിരകളിൽ മലഭൂതമായി വാഴ്ന്നോണ്ടിരുന്നതാണ് ഇവള്. ഇങ്ങോട്ട് വാങ്ങോട്ട് മലഭൂതമേ. അയ്യോ അത് ഇതന്നെ റോഡിലേക്കൊക്കെ പോണേ. പോകാൻ എളുപ്പമുണ്ടല്ലോ. പറമ്പിക്കട പോവായിരുന്നു. നീ പണി നീ പറമ്പിക്കട ചാടി അവിടെ വാ. ഞാൻ റോട്ടിക്കട നടന്ന് അവിടെ എത്തിക്കോളാം. ഓ എന്തൊരു ശുഷ്കാന്തി. രാവിലെ തന്നെ എന്നെ കൊണ്ട് ആവശ്യമില്ലെന്ന് പറയിപ്പിക്കരുത്. എൻ്റെ അമ്മേ മുരിങ്ങക്കായൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ന് പയ്യപ്പോ എൻ്റെ കാലിന് വയ്യാത്തല്ലേ? കാല് വയ്യെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ പാടില്ല. രാവിലെ തന്നെ ഈ പരിപാടിയായിട്ട് എവിടെയാണോ ഈ വാഴക്കൊല? എവിടെയാ സ്വന്തം വാഴക്കൊല പറമ്പിൽ നിൽക്കുന്നതെന്ന് പോലും അറിയില്ല കേട്ടോ ആശാനെ. ഇനി വേറെ ആൾക്കാരുടെ പറമ്പാ അത്. നീ ആരെങ്കിലും പറിച്ചോണ്ട് പോയോ? മിക്കവാറും പോയി കാണും. പറിച്ചോണ്ട് പോയി കാണും. ഒന്ന് നിർത്തിക്ക് ഒരു മിനിറ്റ്. ഇനി പരിചയക്കാരെ കണ്ട ആ വഴി പോവാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂട്ടോ നമ്മുടെ പറമ്പിൽ കൊലകളുള്ളൂ. നമസ്കാരം. കൊല കണ്ടോ? കൊല കണ്ടില്ല. ഞാൻ തൽക്കാലം ഇതിന്റെ അടിയിലെങ്ങാനും നിൽക്കാം. എൻ്റെ അമ്മ എന്നാ ഒരു വെയിലാണോ മതി. ഒരു കൊല അന്വേഷിച്ച് ഇറങ്ങിയത് ഒരാളുടെ കൂടെ. നമുക്ക് ഗേറ്റ് തുറന്ന് അതിക്രമിച്ച് കയറാം പറമ്പിൽ. എൻ്റെ പൊന്നെ റിയോട് ചോദിക്കുക എവിടെയാ കണ്ടതെന്ന്. ഇത് മൂത്തതാണോ? ഇതല്ലല്ലോ. എല്ലാ വാഴക്കൊലയിലും കൊലകളുണ്ട്, പക്ഷെ പഴുത്ത കൊല മാത്രം ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ആരെങ്കിലും പറിച്ചോണ്ട് പോയോ? എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. താഴോട്ട് വാ. അപ്പോൾ നല്ല തേങ്ങയൊക്കെ കായ്ച്ചെടുപ്പുണ്ട്. കൊല മാത്രം കിട്ടിയില്ല. കുല അന്വേഷിച്ച് നടന്ന ഒരു കുല പോലും കാണാത്തതിന്റെ വിഷമത്തിൽ കണ്ണി കണ്ട ഒരു കൊല അങ്ങ് വെട്ടിയേക്കാന്ന് വെച്ചു അല്ലേ? ഈ കൊല വെട്ടാറായതാണോ? ആ കൊല വെട്ട് മനുഷ്യൻ കൊലവെട്ട എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ? ഞാൻ പഠിച്ചത് ബോട്ടോണി ആയിരുന്നു, അതുകൊണ്ട് പോയി വെട്ടിക്കോ, ധൈര്യമായിട്ട് വെട്ടിക്കോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് മൂത്തതായിരിക്കണം. ആയിരിക്കണം. ധൈര്യമായിട്ട് വെട്ടിക്കോ. എങ്ങനെ വെട്ടാൻ അറിയാമല്ലോ, വലമൊക്കെ അറിയാമോ?
ആലോചിക്കണോ? ഇതിന് മാത്രം ആലോചിക്കാൻ ഇരിക്കുന്നു. അങ്ങ് വെട്ടം കൂടെ ചാടിക്കറി വെട്ടി. ആലോചിക്കാനൊന്നല്ല, ഇത് വെട്ടി അങ്ങോട്ട് പെടരൂ. ആ അത് 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 മുറിച്ചാ പെടന്നു പോകും കേട്ടോ റോഡിലേക്ക്. ഇല്ലേ റോട്ടിൽ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ. നമ്മള് വാഴ വെട്ടി ആളെ വീഴ്ത്തി എന്നുള്ള ഡയലോഗൊന്നും വരുമോ? ഇങ്ങനെയൊന്നും അല്ലടാ. ഇപ്പൊ കണ്ടോ സ്ലോ മോഷനിൽ പോയിരുന്നു. വണ്ടി വല്ലതും വരുന്നുണ്ടോ? അയ്യോ അത് ചതഞ്ഞ്. ചതയാൻ മാത്രമൊന്നുമില്ല. എന്റെ പൊന്നെ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെട്ടണ്ട, ഞാൻ വെട്ടിക്കോളാം. വല്ല കാര്യമുള്ള കാര്യമാണോ നോക്കി. കാര്യമുള്ള കാര്യമോ? നിന്റെ കൊല ഞാനെടുക്കൂല, എനിക്ക് വയ്യ ഒന്നും എടുത്ത് വെക്കാൻ. അയ്യോ ഇതേതാണ്ട് പിഞ്ച് കായായിരുന്നു കേട്ടോ അത്. നീയല്ല എന്തോ ബോട്ടണി പഠിച്ചാന്നോ എവിടെ കണ്ട് എന്തോ പഠിച്ചാന്നൊക്കെ പറഞ്ഞു വന്നത്. പിന്നെ എന്നും പറഞ്ഞ ഇത് മൂത്താണോ പഴുത്താണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ പഴുത്ത പോലെ എവിടെ നിൽക്കുന്നുണ്ട്? ആരും പിന്നെ അത് കണ്ടില്ലല്ലോ. പിന്നെ അത് എവിടെ പോയി വേണം? പക്ഷെ എന്റെ പൊന്നെ, നമ്മുടെ മൽബറി ഒടിഞ്ഞ. അങ്ങനെ ഈ കൊല്ലത്തെ കർഷക ശ്രീ അയാം ബ്രിൻഡോയ്ക്ക് കിട്ടാൻ പോകുന്നതാണ് ഈ കൊല വെട്ടിയനല്ലേ. ഈ കൊല വെട്ടിയതിന് കൂടെ മൾബറിയോട് സ്നേഹം കാണിക്കാൻ തോന്നിയ ആ വലിയ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ഇവിടെ വരൂ. ഇനി വേറെ എവിടെയെങ്കിലും കൊലയുണ്ടോ? എന്തേ വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്നെ കായല ഒടിഞ്ഞല്ലോ, തല ഒടിഞ്ഞു പോയല്ലോ, കുഞ്ചു ഒടിഞ്ഞു പോയി. എന്റെ പൊന്നേ മതി. വാ അതെടുക്ക്, നമുക്ക് തോരൻ വെക്കാം, അത് കളയണ്ട. ഇതോ കിട്ടില്ല അങ്ങനെ. വാ വണ്ടി വരുന്നുണ്ട് കേട്ടോ. പോവാണ് എന്നെ ഇട്ടേച്ച്. ഞാനും വരട്ടെ. ഇങ്ങനെ പോയാലോ? അതല്ല വാക്കത്തിൽ ഇതിന്റെ അറ്റത്തേക്ക് നോക്കി എന്തോ ഭയങ്കര സംഭവം കഴിഞ്ഞ് പോണവര്. അവിടെ വന്നൊരു ഫോട്ടോ എടുക്കാം. വെട്ടമുണ്ടോ? വെട്ടം ധാരാളം. പൊക്കോ. ഒരേ സമയം ഒരു കർഷകനും യൂട്യൂബറും ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മിസ്റ്റർ ബ്രിൻഡോ. എന്താ അതുമായിട്ട് അങ്ങോട്ട് വന്നു? നീ എന്നെ തന്നെ ട്രോളാൻ വേണ്ടി എന്റെ പുറകെ കടന്ന് നിൽക്കുവാണോ? അപ്പൊ ഇന്നത്തെ മനോഹരമായ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.